ഹായ് 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 ചെയ്യുമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്താ പറയാ, നേരെ ലുക്കുമാൻ ഡോക്ടറെ അടുത്തൊക്കെ പോണത്. തലവേദന, ഭയങ്കരമായിട്ടുള്ള തലവേദനയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. പാരസെറ്റമോൾ കുടിച്ചിട്ടാകുമ്പോഴൊന്നും സമയം നിൽക്കുന്നില്ല. തലങ്ങ താഴ്ത്തിയാണ് പൊന്തിച്ചാണ്ടല്ലോ. ഇവിടെയാണ് നമ്മുടെ തലവേദന. അവിടേക്കാണ് വേദന വരുന്നത് കൂടുതലായിട്ട്. ഇന്നത്തെ ഒരു വീഡിയോ മുഴുവനാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. റോഡിൽ നടക്കില്ല, വണ്ടിയിൽ കുലുങ്ങിയിട്ട് തന്നെ ഇപ്പൊ തല വേദനയില്ല. ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ 9:50. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്കില്ലാത്ത സാധനമാണ് ഈ തലവേദനയൊക്കെ. കഫക്കെട്ട് ഇതൊക്കെ ഉണ്ടാവുമെങ്കിലും തലവേദന എനിക്ക് ഉണ്ടാവാത്തൊരു സാധനമാണ്. എന്താ ചെയ്യാൻ? ഓവർ സംസാരിച്ചിട്ട് വേദന കൊടുത്ത് ഇങ്ങനെ കയറാണ്. ഞാൻ ഇറങ്ങിയിട്ട് നേരെ ലുക്കുമാൻ ഡോക്ടറെ പോയിട്ടൊന്ന് കാണാം. ഞാൻ അതിന് മുമ്പ് പറഞ്ഞത് ലുക്കുമാൻ ഡോക്ടറെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കാണിക്കട്ടെ. ആ ഡോക്ടറെ എല്ലാവരെയും കാണിക്കട്ടെ. ഡോക്ടർക്ക് കുട്ടികളെ മാത്രമല്ല, മുതിർന്നവരെല്ലാവരെയും കാണിക്കും. അപ്പൊ അവിടെ പോയിട്ട് ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞ് ഇന്നലത്തെ ഷീട്ട് എടുത്തിട്ടില്ല, അത് വേണം. ഇന്നലത്തെ ഗവൺമെന്റിക്ക് പോയി നമ്മള്, ആ ഷീട്ട് വേണം. അതില് പാരസെറ്റാമോളും ഈ സിട്രിസനും പിന്നെ ഒരു തുള്ളി മൂക്കിലുറ്റിക്കുന്ന തുള്ളി മരുന്നും ഉള്ളൂ. പക്ഷെ എന്തായാലും നമ്മള് പോയിടുന്നുള്ളത്. ഇവിടെക്കാ അത് അർമേക്ക് പോയ ഷീട്ട് എടുത്താ, ഡർമേക്ക് പോയ ഷീട്ട് എടുത്താ. അല്ല, ഇതിന് ഉറക്കം സംസാരിക്കാൻ വയ്യ. അതിന്റെ ഇടയ്ക്ക് നമുക്ക് കേൾക്കണമില്ല. ഇത് ഉണ്ടാവണത് നല്ലതാണ്. പിന്നെ ആ മരുന്ന് എഴുതൂലല്ലോ, മറ്റേ തന്നെ എഴുതിയാലേ. ഞാനതഞ്ഞ് ഗവൺമെന്റിക്ക് പോവാത്തത്. ഒന്നേരം മരുന്ന് കിട്ടാതെ നേരം വഴുകും. ഇന്ന് രാവിലെ തന്നെ ഒക്കെ മഴയുണ്ട് കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. ഈ ആര്യക്കും ചിന്നുവിനും ഒരു പ്രശ്നമുണ്ട്. അവരുടെ കൂടെ കിടക്കുകയാണെങ്കിൽ അവർക്ക് ഫാൻ ഇല്ലാതെ പറ്റൂല. ഞാൻ എത്ര കണ്ട് മഴ പെയ്യുണ്ടോ തണുപ്പുണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഫാനോട് വേണം. ഫാൻ ഓഫാക്കിയാണ്ടുള്ള പരിപാടിയില്ല. ഫാൻ ഓഫാക്കി കഴിഞ്ഞാൽ ഇവര് വിയർക്കും ചെയ്യും. ഇവർക്കൊക്കെ രണ്ടാക്കും ഭയങ്കര ചൂടാ. അതിന്റെ ഇടയിൽ നമ്മള് കുഴങ്ങുവാണ്. ഞാൻ എന്നിട്ട് പുതപ്പൊക്കെ ഫുള്ള് മൂടി പൊതച്ച് ഞാൻ കിടക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവരടുത്ത് കിടക്കാതെ ആളിലൊക്കെ വന്ന് കിടക്കണം. അപ്പൊ പിന്നെ അവർക്കൊരു വിഷമാവല്ലേ രീതിയാല് അവിടെ തന്നെ കിടക്കുക. ഇന്നലെ തന്നിട്ടുള്ള ഒരു മൂക്കിലുറ്റിക്കുന്ന മരുന്നുണ്ട്. തോട്ടിലൊക്കെ വെള്ളം കണ്ടെങ്കിൽ എത്ര കാലം വെള്ളം കൂടിയിട്ടുള്ളത്. അതാ പറഞ്ഞത്, നല്ല മഴ പെയ്തിട്ടുള്ളേ. ഇന്നലെ മൂക്കിലുറ്റിക്കാൻ തന്ന ആ ഒരു തുള്ളി മരുന്ന്, അത് ഉറ്റിച്ചിട്ടും മൂക്ക് അടയുന്നതിനാണത്. മൂക്ക് അടയാന്നല്ലാതെ അത് തുറങ്ങണമൊന്നുമില്ല. പിന്നെ ഒരു സൈഡിലേക്ക് കിടക്കുക, ഏത് സൈഡിലേക്ക് കിടന്നാലും ഇത് വേദനയാണ്, വേദന വരികയാണ്. അതായത് എങ്ങനെ സംഭവം ചോദിച്ചാൽ നമ്മളെ മൂക്ക് അടഞ്ഞ് നിൽക്കാൻ നോട്ടിക്കോളൂ. അപ്പൊ ഇത് തുറക്കുമല്ലോ. ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ തുറങ്ങണം. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പതുക്കെ തുറക്കും. ലാസ്റ്റ് എന്റെ എത്തുമ്പോ നമുക്ക് ചെറിയൊരു കുളിരോട് കൂടിയിട്ടുള്ളൊരു പെയിന് വരാണ്ട്. അത് ഇവിടെ സംഭവിക്കുമ്പോ ഇവിടെ വേദന വരും. ഇവിടെ നിന്ന് ഇങ്ങനെ വേദന കയറിയിട്ട് ഇവിടെ കിടത്തും. വേദന എന്ന് പറഞ്ഞാല് ഏതാണ്ടൊക്കെ അതേ സെയിം സംഭവം തന്നെ. ഇപ്പൊ ഈ വണ്ടി ഇങ്ങനെ കുലുങ്ങിയിട്ട് തന്നെ എനിക്ക് വേദന ഉണ്ട്. അല്ല, അപ്പൊ ഞാൻ വേറെ വണ്ടി വേണമെങ്കിൽ വിളിച്ചെടുക്കാൻ പാടില്ല. പക്ഷെ ഇന്നെ കൊണ്ട് ഇപ്പൊ വെക്കുണ്ടല്ലോ, വണ്ടി ഓടിക്കാനൊക്കെ വെക്കുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. ഇത്രയും നേരം വേദന സഹിച്ചില്ലേ. ഇനിയിപ്പോ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ ഇപ്പൊ തന്നെ മരുന്ന് എന്താ തരുവാണെങ്കില് അതടിച്ചിട്ട് കുറയുകയാണെങ്കിൽ കുറയട്ടെ, ഇല്ലാതാണെങ്കിൽ വേറെ പണിയിട്ടെടുക്കാൻ. ലൈനിലൊക്കെ വണ്ടി കുറവാ. അങ്ങാടി എത്തിയിട്ടുണ്ട്. ലൈനിലൊക്കെ വണ്ടി കുറവാ. സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ ചിലപ്പോ സ്കൂൾ കുട്ടികള്, ടീച്ചേഴ്സ്, അതുപോലെ തന്നെ സ്കൂൾ ട്രിപ്പ് എടുത്ത ഡ്രൈവർമാര് അവരൊക്കെ പോവുമല്ലോ. അതായത് ഡോക്ടറെ കണ്ടുപോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ വന്നിട്ട് നമ്മുടെ പേരൊന്ന് എഴുതി വെക്കണം അവിടെ. എന്നിട്ട് പിന്നെ നമ്മുടെ പേര് വിളിക്കുക. ഇവിടെ നിന്നും തന്നെ മൂക്കിലുറ്റിക്കുള്ള ഒരു മരുന്ന് എത്തിയിട്ടുണ്ട്. 3 തുള്ളി 3 നേരം. അത് നമ്മളത് മറ്റേത് എഫക്റ്റ് ചെയ്യണില്ല എന്ന് ഡോക്ടറോട് പറഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇത് മരുന്ന് മാറ്റി എഴുതണം. ഞാൻ ഇന്നലത്തെ ഷീട്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇത് പറ്റില്ല, ഇത് മരുന്ന് മാറ്റി എഴുതണം പറഞ്ഞു. അപ്പൊ മരുന്നൊക്കെ മാറ്റി എഴുതിയിട്ട് ഇനിയിപ്പോ ഇതിലെന്തൊക്കെയുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാണ് പറഞ്ഞത്. ഓരോ വീതം 3 നേരം ഭക്ഷണത്തിന് ശേഷം. അങ്ങനെ ഒന്നിപ്പം തന്നെ കഴിക്കാം. നമ്മൾ ഭക്ഷണം കഴിച്ചതാണ്. ഒന്നിപ്പം തന്നെ കഴിക്കാം. നമ്മുടെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്. ഇന്ത്യയിൽ വെള്ളമല്ല, ഞാൻ വെള്ളം എടുക്കാൻ പറഞ്ഞത്.
അപ്പൊ ഇത് ഓർമ്മ ഇത് എൻ്റെ പേര് ആംപോക്സിൻ 500 എന്ന് ഓർത്തുക്കണം. ആംപോക്സിൻ 500 അതല്ലേ. ഇത് ഓരോ വീതം 3 നേരം, പിന്നെ ഓരോ വീതം 3 നേരം ഒരു ഐറ്റം ഗുളികയും കൂടിയുണ്ട്. ഒന്നില്ലെങ്കിൽ പാരസെറ്റമോൾ അല്ലെങ്കിൽ പാരലുണ്ട്. അതിനേത് ഒന്നാണ് ഇതുമ്മലെ കാണുന്നു, പക്ഷേ അതിൽ ചെറുതായിട്ടാണ് കാണുന്നത്. തലവേദനയ്ക്കുള്ളതാവാം. ഇതും തന്നെ എണ്ണ കുടിക്കണമല്ലേ. ഇത് കണ്ട് ഞാനിവിടെ ഹോട്ടലിൽ കുടിക്കട്ടെ. അതായത് ഡോക്ടറെ ഫീസ് 50 രൂപ, 50 രൂപ ഡോക്ടർ ഫീസ്. അവിടുന്ന് പിന്നെ മരുന്ന് നമ്മള് എനിക്കിപ്പോ വന്നത് 173 രൂപയുടെ മരുന്നാണ്. അപ്പോ അതെന്താ പറയാ വെച്ചാല് ചിലപ്പോ ഇതിനേക്കാൾ കൂടുതലുണ്ട് മരുന്ന്, ചിലപ്പോ ഇത് ഇത്ര വരാറുമില്ല. അതായത് ചുരുക്കം പറഞ്ഞ ഒരു 200 രൂപ ഉണ്ടെങ്കിൽ സാധാരണ ഒരു പഴയ തലവേദന കഫക്കെട്ട് ഈ പറഞ്ഞ സാധനത്തിന് പോയി കഴിഞ്ഞാല് വണ്ടിക്കൂലി അടക്കലുണ്ടാവും. ഇതിപ്പോ എനിക്ക് ആ തുള്ളിമരുന്ന് മൂക്കിലുറ്റിക്കുന്ന തുള്ളിമരുന്ന് അത് ഞാൻ വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ്. കാരണം രാത്രി ശ്വാസം വിടാൻ വയ്ക്കണ്ടേ മൂക്ക് രണ്ടും അടഞ്ഞിട്ട്. അപ്പൊ ഏതായാലും ഞാൻ സ്റ്റാൻഡിക്കാണ്, ഓട്ടോ സ്റ്റാൻഡിക്ക് കയറിയാരെന്ന് കരുതുന്നുണ്ട്. കുറച്ചു നേരം നിന്ന് നോക്കാം. അതായത് കയ്യില്ല ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിലേക്ക് പോവാം. തലവേദന കേട്ടോ, ഇപ്പോഴൊക്കെ തലവേദനിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഇപ്പൊ കുടിച്ചിട്ടല്ലേ ഉള്ളു ഗുളിക. സ്റ്റാൻഡിലൊക്കെ നിറയെ വണ്ടികളാണ്, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുവാണ്. ലോക്കല് കിട്ടിയിട്ടോ, ഒരു ലോക്കല് കിട്ടിയാണ്, അത് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ. വണ്ടിയിൽ ആളില്ല. അത് നമ്മളെ തൊട്ടടുത്തുള്ള കടയിലെ കാക്കയുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എല്ലാം വേണ്ടി പറഞ്ഞത്. അതേ തോന്നുന്നു പറഞ്ഞു എന്നെ കണ്ടപ്പോ. അത് അവരെ പോയപ്പോ അദ്ദേഹത്തിന്റെ വൈഫിന് ഇവിടെ കൊണ്ടുവരാൻ അയക്കാൻ. അങ്ങനെയാണെങ്കിൽ അവരെ കൊണ്ടുവന്ന് വിടാം. ഒരു 30 രൂപയുടെ കേസാണ്. അതൊരു 40 രൂപയുടെ ട്രിപ്പ് ആയിരുന്നു കേട്ടോ. കൈനീട്ടം 40. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഹമ്പ് ചാടുമ്പോ ചെറിയ പ്രശ്നമുണ്ട്. ഹമ്പ് ചാടുമ്പോ നമ്മള് മൊത്തത്തിൽ കുലുങ്ങല്ലേ, താവേം പൊന്തല്ലേ. അപ്പൊ തല ഇങ്ങനെ കുലുങ്ങുമ്പോ, അതായത് ഇങ്ങനെ ആവുമ്പോഴേ തലാവുമ്പോ വേദന വരും. അങ്ങനെ കാട്ടുമ്പോ തന്നെ ഉണ്ട് പിന്നല്ലേ. ചെങ്ങന്മാരെ രണ്ടാമത്തെ ട്രിപ്പ് കിട്ടിയത് ഒരു 90 രൂപ ട്രിപ്പായിരുന്നു. 90 ഒരു 90 മതി കിട്ടിക്കോളി. പക്ഷെ ഇത് എനിക്ക് ഫസ്റ്റ് തന്നെ അറിയാമായിരുന്നു. ഭായിമാരെന്ന് പറയുമ്പോ ഒരു ചേച്ചി, ആ ചേച്ചിന്റെ ചെക്കനും പയ്യന്, ആ പയ്യന് കുറച്ചൊക്കെ മലയാളം അറിയാം. അപ്പൊ അവര് ഹിന്ദിക്കാരാണ്. അപ്പൊ അവര് വണ്ടിയിൽ കയറിയിട്ട് വാനമ്പലം തച്ചങ്കോട് ആയിരുന്നു. എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ഇവര് 20 രൂപ മടക്കം ആ ഒരു ചാർജ് ആണോ അല്ല മനസ്സിലുണ്ടാവുക. പക്ഷെ അവരെ എന്നോട് പൈസ ചോദിച്ചോല്ല, ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോ എനിക്ക് ഡൗട്ടല്ലേ ഉള്ളൂ, അവർ സാധാരണ പോകുന്ന ആളുകളാണോ എന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനൊന്നും പറയാൻ വേണ്ടിയിരുന്നില്ല. ഞാൻ നേരെ പോന്നു. ഇവിടെ എത്തിയപ്പോ എത്ര വാടക ചോദിച്ചു. വാടക ചോദിക്കല്ല, അവരെനിക്ക് 50 രൂപ തന്നു. 50 രൂപ തന്നിട്ട് അവര് ബാലൻസിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 50 രൂപയല്ല ഇവിടേക്ക് വരാ, 90 രൂപയാണെന്ന് ആ പയ്യന്, ചെറിയ ചക്കര, അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്തൊക്കെയാണ് ഞാൻ അവരെ കഴിഞ്ഞാൽ 80 രൂപ മേടിച്ചു. അവർക്ക് അറിയാം, ഞാൻ പറഞ്ഞു കൊടുത്തത് 90 രൂപയാണ്. ഇങ്ങോട്ട് 10 രൂപ ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. പിന്നെ എനിക്ക് ഇടങ്ങേറായി. എന്തൊക്കെയായാലും ഒരമ്മയും മകനുമാണ്. അപ്പോ പാവങ്ങളല്ലേ അല്ലേ. ചെങ്ങന്മാരെ ഒരു 50 രൂപയുടെ ട്രിപ്പ് പോകാന്നാണ്. അപ്പൊ സമയം എന്ന് പറയുന്നത് 1 മണി ആയിട്ടുണ്ട്. നാടിന്റെ തൊട്ടടുത്തിട്ടാണ്. കുണ്ടക്ക് ചാടുമ്പളേ അപ്പൊ ഞാന് വീട്ടിലേക്ക് പോവാണ്. വയ്യ, നടക്കൂല, കഴിയണില്ല. ഒരു വിധം ഞാൻ ശ്രമിക്കും, കഴിയണടാ. കുണ്ടക്ക് ചാടുമ്പളേ തല കുലുങ്ങല്ലേ. തല കുലുങ്ങി കഴിഞ്ഞാ പിന്നെ വേദനയാണ് അപ്പ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ മരുന്നൊന്നുകൂടി കുടിച്ചിട്ട് ഞാന് രാവിലെ 2 ഗുളിക കുടിച്ചതാണല്ലോ. അത് കുടിച്ചിട്ട് കഫൊക്കെ അത്യാവശ്യം പുറത്തേക്ക് നമുക്ക് തുപ്പാൻ മാത്രം കിട്ടുന്നുണ്ട്, മറ്റത് കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ ഇന്ന് രാത്രി ആകുമ്പോഴേക്ക് പിന്നെ ഇനിയിപ്പോ ഉച്ചയ്ക്ക് 2 ഗുളിക കുടിക്കണ്ടല്ലോ. അങ്ങനെ രാത്രിക്കത്തെ ഗുളിക കുടിച്ച് രാവിലെ ആകുമ്പോഴേക്ക് ക്ലിയർ ആവും തോന്നുന്നു. ഇപ്പൊ ചിന്നൂനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്, ഓളെ ക്ലിനിക്കിൽ കൊണ്ടുപോകേണ്ട ദിവസമാണ് ചെക്കപ്പിന്. ചെങ്ങന്മാരെ ഞാനിപ്പോ ഉള്ളത് നിലമ്പൂരാണ്. നിലമ്പൂര് ചിന്നൂനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ സമയം എന്ന് പറയുന്നത് 3:25 ആയിട്ടുണ്ട്. 3:30 നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. കാര്യം ചിന്നും ബാക്കിൽ കിട്ടാം. കാര്യം ഉറങ്ങി തോന്നുന്നു. എന്താ പറയാ,
തല കാണിച്ചിട്ട് ഈ നേരം വരെ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോയതും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പിന്നെ കിടന്നൊക്കെയാണ്. ഒന്നും ഞാൻ വീടിന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഉൾപ്പെടുത്താൻ വേറെ ഒന്നല്ല, വയ്യ, സംസാരിക്കാനൊന്നും വയ്യ. വേണം സംസാരിക്കുമ്പോൾ തല കുലുങ്ങുമ്പോഴേക്ക് വേദനയാണ്. പിന്നെ സൈലന്റ് ആയിട്ട് വെക്കുമായിരുന്നു. പിന്നെ എന്തൊക്കെ അതിനകത്ത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങി മുഴുവനാക്കാന്ന് കരുതിയാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മളെ റൈറ്റ് കയറണം. ഇപ്പൊ നമ്മളുള്ള ചന്തക്കുന്നാണ് പറഞ്ഞ റൈറ്റ് കയറണം. നമ്മുടെ ഡോക്ടർ ക്ലിനിക്ക് അവിടെയാണുള്ളത്. ഇത് റെയിൽവേ സ്റ്റേഷൻ റോഡാട്ടോ, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ റോഡാണ്. അതിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു ഉറക്കാണ്, നല്ല ഉറക്ക. ഓള് ഇതിനൊക്കെയാ പോരുന്നത് ഉറങ്ങാൻ വേണ്ടിട്ട്. നീച്ചോ ആര് നീച്ചാണ്ട ചോദിക്കും ആശുപത്രിയിൽ എത്തിയോ ഉറങ്ങല്ലേ അല്ലേ? മുല്ലപ്പൂവൊക്കെ ചൂടി നല്ല സുന്ദരി ഇരിക്കണ്. പറഞ്ഞിട്ട് എന്താ കാട്ടണ്? കാറ്റെത്തി വണ്ടിയിൽ പോന്നാ ഉറങ്ങി. എന്തൊക്കെയാ പറഞ്ഞേ? 24 വരണം. വരുമ്പോ ഷുഗറും തൈറോയിഡും അല്ലാതെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ ഇപ്പം മരുന്ന് എഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. തലവേദനക്ക് നല്ല കുറവുണ്ട്. മഴ പെയ്യുന്നുണ്ട് ഇവിടെ. ആര്യ ഫോണുമ്മ കളിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അവിടെ. ഉറങ്ങാനും ഫോണുമ്മ കളിക്കാനും. അതിൽ അവിടെ ഇറങ്ങാണ്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 5 മണിയാവാനായി. അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ പോകുന്നപ്പോഴേക്ക് മഴ പെയ്തു കേട്ടോ. നല്ല മഴയുണ്ട്. കണ്ടൂര് മഴ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. 6 മണിയായി. ആര്യൊക്കെ ചായയൊക്കെ കുടിച്ച് 10 കാടമുട്ടയിൽ 8 കാടമുട്ട ആര് തിന്നു. പിന്നെ പോരാത്തതിന് ചിക്കൻ പൊക്കവടയാണ് പറഞ്ഞത്. പക്ഷേ പൊക്കവട അല്ല, അത് ആ ചിക്കൻ ചില്ലിയാണ്. അങ്ങനത്തെ ഒരു ഐറ്റം. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോരുന്നത് കേട്ടോ. എന്നിട്ട് ഒക്കെ ഛർദ്ദിച്ചാൻ വരുന്നുണ്ടും പോലെ ഇപ്പോൾ അല്ലേ? അതെന്താ അറിയോ, വണ്ടീന്ന് ഇങ്ങനെ തല താത്തിയിട്ട് ഫോണുമ്മ നോക്കി ഇരുന്നില്ലേ? അതാണ് ആ, അതന്നെയാണ് ആണ്. എല്ലാം വാക്കാറ്റിക്കോ. അതിനവിടെ ഉണ്ട്. ഞാൻ ഓടാൻ വേണ്ടിയിട്ടൊന്നും പോകണില്ല. തലവേദന കാരണം ലാപ്ടോപ്പും തുറക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത്. 8:30 ആകുമ്പോഴേക്ക് വീഡിയോ വിടണം. പാറായി ഇപ്പോൾ റെൻഡർ ചെയ്തിട്ടുള്ളൂ 5%. 7 മണി ആകുമ്പോഴേക്ക് റെൻഡറിങ്ങും കഴിഞ്ഞ് ഫോണിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ ഒരു 7:30 ആകുമ്പോഴേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റണമെങ്കിൽ ഞാൻ അങ്ങാടിക്ക് പോകണം. ഇവിടെ നിന്ന് നമുക്ക് എന്താ പറയുക 5G സപ്പോർട്ട് തന്നെ. പക്ഷേങ്കിൽ ഇവിടെ അല്ലാതെ നമുക്ക് 5G ഉണ്ട്, സ്പീഡ് ഉണ്ടാവില്ല. അപ്ലോഡൊക്കെ ചെയ്യുമ്പോൾ ഒരു 11 MB 10 MB ഒക്കെ വെച്ചിങ്ങനെ കയറണം പെർ സെക്കൻഡ്. തലണ വേദന, കാലൊന്നും ഇങ്ങനെ ഒരു കയറ്റി വെച്ചെന്ന് അളകില്ലേ, അതിനാണ്. നല്ല മഴയും തണുപ്പൊക്കെ ഉണ്ട്. കൊള്ളാം. എന്തായാലും വൈകുന്നേരമൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. 7 മണി കയറിയിട്ടുണ്ട്. സൂര്യൊക്കെ ഇട്ടിട്ടാണ് പോണത്. കാരണം ഇനി തണുപ്പടിച്ചാണ്ട് സീനാണ്ടാന്ന് ഇത്. തണുപ്പുണ്ട്, പൊതുവെ തണുപ്പുണ്ട്. അപ്പോൾ ഞാനിനി നേരെ അങ്ങാടിയിലേക്ക് പോകുന്നു, വീഡിയോ അപ്ലോഡ് ആക്കുന്നു. എന്നിട്ട് അവിടെ തന്നെ പബ്ലിഷ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരുള്ളൂ കേട്ടോ. അതായത് ഒരു 7 MB 8 MB ആ റേഞ്ചിൽ കയറുന്നുണ്ട്. അങ്ങാടിയിൽ എത്തിക്കണം. ഇവിടെ എത്തിക്കഴിഞ്ഞതാണ്. എല്ലാവരും ഇട്ടിട്ട് ഇപ്പം തന്നെ തണുപ്പ് പിടിച്ചോ, തണുത്തോ? നമ്മക്കാണെങ്കിലേ പണിയിട്ടേക്കാണെന്ന് എനിക്കറിയാം. അങ്ങാടിയിൽ നിന്ന് നേരെ വന്നിരുന്നു പാലത്തിങ്ങ. 8:30 വീഡിയോ വിടണം. ഡേറ്റ് ഇട്ടെ 8:30 വീഡിയോ വിടണം. അപ്പം സമയം എന്ന് പറയുന്നത് 7:40 അപ്പോൾ ഇനി പെട്ടെന്ന് ചെയ്യേണ്ട പരിപാടി തമ്മിലാണ്. തമ്മിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കട്ടെ കേട്ടോ. ഇങ്ങനെയൊക്കെ തന്നെ വയ്യാത്തതുകൊണ്ട്. അല്ലെങ്കിലും ഇപ്പം ഈ വീഡിയോകളായതുകൊണ്ട് തട്ടിക്കൂട്ടൽ തന്നെയാണ്. ടൈം ഒന്നുമില്ല, ഓടുമ്പോൾ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. എന്തായാലും ഞാൻ അതൊന്ന് റെഡി ആക്കട്ടെ. എന്നിട്ട് നേരെ വീട്ടിലേക്ക്. തക്കാളി കിടന്ന രക്ഷണമുണ്ട്. എന്താ പണി? തുണി മടക്കേ?
ഈ തുണികളൊക്കെ മടക്കി വെക്കണം. നല്ല മാങ്ങ ഉണ്ട് തിന്നണമെങ്കിൽ വേണമെങ്കിൽ ചോട്ടിക്കല്ല, ഞാനൊന്നും വാങ്ങുള്ളൂ. രാവിലത്തെ പഴമാണ് ഇപ്പോഴും ബാക്കി. എന്താണ് മത്തിയാണ്, മത്തി പൊരിച്ചുണ്ട്. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. സമയം 8:20. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.